ഹായ് എവരിവൺ, വെൽക്കം ടു വെയിൽ മേക്കർ. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ബട്ടുക്ക് ഭൈരവൻ ആരാണ്, ബട്ടുക്ക് ഭൈരവനും കൊടുങ്ങല്ലൂർ ക്ഷേത്രമായിട്ട് എന്തുവാ കണക്ഷൻ എന്നുള്ളതിൻ്റെ മെയിനായിട്ടുള്ള കണക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം, ഇടത്തെ സൈഡിൽ ഒരു വലിയ ക്ഷേത്രപാലകൻ്റെ രൂപത്തിലൊരു പ്രതിമ നമുക്ക് കാണാൻ പറ്റും, ഒരമ്പലം. അപ്പോൾ അത് പല ആൾക്കാരാണ്, പല പല ഐതിഹ്യങ്ങളും നമുക്ക് കേൾക്കാം. അപ്പം അത് ആരാണ്, എന്താണ് ആ പർട്ടിക്കുലർ ഡയറ്റിയുടെ ഉദ്ദേശം എന്നുള്ളതാണ് പറയാൻ പറ്റുന്നത്. ഇപ്പം നമുക്കെല്ലാം അറിയാം, എല്ലാ പോഡ്കാസ്റ്റ് എടുത്ത് നോക്കിയാലും ഭൈരവനെ പറ്റി പറയുന്ന പോഡ്കാസ്റ്റുകളെല്ലാം കാണുന്നത്. എവിടെ നോക്കിയാലും ഭൈരവൻ ഭൈരവൻ ഭൈരവൻ. ആരാണ് ഈ ഭൈരവൻ? അപ്പം ഭൈരവനും കാലഭൈരവനും, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഇടത്തെ സൈഡിൽ ഇരിക്കുന്ന ബട്ടുക്ക ഭൈരവൻ ആരാന്നുള്ളതാണ് ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ബട്ടുക്ക ഭൈരവൻ ആരാന്നുള്ളത്, അത് നമ്മുടെ കഥ അനുസരിച്ചിട്ട് പല കഥകളുണ്ട്. അതിലൊരു കഥ എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മാവിൻ്റെ അഹങ്കാരം ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അപ്പോഴാണ് ബട്ടുക ഭൈരവൻ അവതരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിരലിൻ്റെ ഏറ്റവും ചെറിയ വിരലിൻ്റെ നഖം കൊണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു തല അങ്ങ് കട്ട് ചെയ്ത് കളയും. ആ കട്ട് ചെയ്ത് കളഞ്ഞ തല, ആ തലയുമായിട്ട് അദ്ദേഹം ലോകം മൊത്തം കറങ്ങിയടിച്ച് നടക്കും 12 വർഷത്തോളം. ആ 12 വർഷം കയ്യിലൊട്ടിപ്പിടിച്ചിരിക്കും. കാരണം ഒരു ബ്രാഹ്മണനെ കൊന്ന് ആ ഒരു ശാപമായിട്ട് പുള്ളി 12 വർഷം അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് അവസാനം കാശിയിലെത്തുമ്പം അത് കയ്യിൽ നിന്ന് വീഴും. ആ കയ്യിൽ നിന്ന് വീഴുന്ന സ്ഥലത്തിനെയാണ് കപാലമോചനം എന്നറിയപ്പെടുന്നത്. അപ്പം ആ കുഞ്ഞു ഫോമിലുള്ള ബട്ടുക ഭൈരവനാണ്. ഫുള്ളായിട്ട് വളർന്നു കഴിയുമ്പോഴാണ് കാലഭൈരവനാണ്. കാലഭൈരവൻ എന്നറിയാമല്ലോ, ഇച്ചിരി ടെറർ ഫോമാണ് നമ്മുടെ ശിവൻ്റെ. അപ്പോൾ ആളുടെ അടുത്ത് പെട്ടെന്ന് അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, പക്ഷേ ഇച്ചിരി കൂടെ എന്താ പറയുന്നത്, അത്രയും സ്ട്രോങ് ആയിരിക്കണം. അതേസമയം ബട്ടുക ഭൈരവൻ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കുട്ടിയുടെ ഫോമാണ്. ഒരു 7-8 വയസ്സുള്ള അല്ലെ 5-6 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഫോമിലിരിക്കുന്ന ബട്ടുക ഭൈരവൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സെയിം എനർജിയും സെയിം എന്തൊക്കെയാണോ കാലഭൈരവന് ചെയ്യാൻ പറ്റുന്നത് അത് തന്നെ ബട്ടുക ഭൈരവന് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് കുറച്ചുകൂടി ഈസിലി അപ്രോച്ചബിൾ ആണ്. അതാണ് ബട്ടുക ഭൈരവ ബാബയുടെ പ്രത്യേകത. പക്ഷേ എന്താ ആലോചിക്കണമെങ്കിൽ, നമ്മളൊരു കുഞ്ഞു കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ, അതായത് കുട്ടികളുടെ അടുത്ത് നമ്മൾ അധികം മസിൽ പിടിച്ചിട്ടൊന്നും കാര്യമില്ല. അതിനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക, അതിനെ നല്ലപോലെ ട്രീറ്റ് ചെയ്യുക. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അത് സാധിച്ചു തരുവാണെങ്കിൽ അതേപോലെ നന്ദി പറയുക. അങ്ങനെ ഇച്ചിരി ഹാപ്പി മൂടി കൊണ്ടുപോകേണ്ട ആളാണ് ബട്ടുക ഭൈരവൻ. അപ്പോൾ ആ കൊടുങ്ങല്ലൂർ അമ്മയായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അറിയാമല്ലോ കാളി ആരാന്നറിയാമല്ലോ. കാളി എന്ന് പറയുന്നത് ഒരു ഫുൾ ഫോഴ്സിലാണ് വരുന്നത്. അപ്പം ഒരു സാധാരണ ഒരാൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ മഹാദേവന് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഫുള്ളി നമ്മളായിട്ട് ഒരു കാളിയെ ഫുള്ളായിട്ട് എടുക്കാൻ നോക്കുന്നത് മറ്റേ ഗുരുമൂർത്തി സാർ പറയുന്ന പോലെ 11 kV ലൈനിൽ പിടിക്കുന്ന പോലെ ഫുള്ള് ചാർജായിട്ടിരിക്കേണ്ടി വരും. അപ്പം അതിന് പകരം നമ്മൾ ഈ ബട്ടുക ഭൈരവനാകുമ്പം ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് ഈ ഭൈരവനാണെങ്കിൽ ഫുൾ എഫക്റ്റ് എടുത്തോളും. നമ്മളാണെങ്കിൽ മറ്റേ ഫുൾ ഫോഴ്സ് വെള്ളം ഒഴുകി വരുമ്പോൾ ഒരു കല്ലിൻ്റെ ബാക്കിൽ നിൽക്കുന്ന പോലത്തെ ഫീലാണ്. ഫുള്ള് വെയിറ്റ് ആ കല്ലെടുത്തോളും. അങ്ങനെ ഇങ്ങനെ ഇച്ചിരി വെള്ളം നമ്മുടെ അകത്ത് വീഴും, നമ്മുടെ കാര്യങ്ങൾ അതുകൊണ്ട് നടക്കും വൃത്തിയായിട്ട്. ഇങ്ങനെ ജസ്റ്റ് പോയി തൊഴുത് പോകുന്നവർക്ക് ഇത് പ്രശ്നമല്ല. എന്തെങ്കിലും ഒരു സിദ്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ആഗ്രഹങ്ങളുമായിട്ട് പോകുന്നവർ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഞാൻ ബട്ടുക ഭൈരവനെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാകുമ്പോൾ ആ ഇരുട്ടത്തുള്ള ഫോമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് ആരാന്ന് ആർക്കും അറിയത്തില്ല. ഇതാണ് ശരിക്കും ആ ഫോട്ടോയിലുള്ള ആളുടെ ആക്ച്വൽ രൂപം. ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, കൂടെ കുഞ്ഞു കുട്ടിയുടെ ഫോമാണ്, അഭയമുദ്രയുണ്ട്, ബാക്കി എല്ലാ കയ്യിൽ തലയിൽ കിരീടമുണ്ട്. അപ്പോൾ ഇതാണ് ആ ഫോം ബട്ടുക ഭൈരവൻ്റെ. ഈ ഫോമാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഇടത്തെ സൈഡിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയുടെ കൂടെ പോകുന്നത് കൊണ്ട് ആ ഒരു ഭാവത്തിലായിരിക്കും നമ്മൾ കാളിയുടെ അടുത്തോട്ട് ചെല്ലുന്നത്. അല്ലാണ്ട് ഡയറക്റ്റ് നമ്മൾ കാളിയുടെ അടുത്തോട്ട് ചെന്നാൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇച്ചിരി പറ്റുന്നവരുണ്ട്, പക്ഷേ അതിന് കുറച്ചുകൂടെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അത് ഇച്ചിരിയും കൂടെ ടഫായിരിക്കും. അപ്പം അത് ബട്ടുക ഭൈരവൻ വേറെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഭയം എന്നുള്ള സംഭവം പതുക്കെ പതുക്കെ ഇല്ലാണ്ടാക്കും. നമുക്കറിയാം, നമ്മളെ മൊത്തം കാര്യങ്ങളും ഗവേൺ ചെയ്യുന്ന ഫിയറാണ്. നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ആ ഫിയറിൻ്റെ ബേസിസിൽ ഓപ്പറേറ്റ് ചെയ്താൽ, ഇതിപ്പം ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കും, സിമ്പിൾ കാര്യങ്ങളായത് നാളെ എന്താവും, അല്ലെങ്കിൽ ഇപ്പോൾ EMI, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, വേറെ എന്തെങ്കിലും ടെൻഷൻസ്. ഈവൻ ഫിയറിൻ്റെ ബേസിസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. അതിപ്പോൾ കുഞ്ഞുനാളിൽ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കുക, എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ വലുതാകുമ്പോഴും ആ ഒരു പർട്ടിക്കുലർ കുഞ്ഞുനാളിലത്തെ ആ പേടിയുടെ പുറത്തായിരിക്കും ചിലപ്പോൾ ഈ വലിയവരെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേടിയെ എങ്ങനെയാണോ നശിപ്പിക്കേണ്ടതെന്നുള്ളതാണ് ബട്ടുക ഭൈരവൻ്റെ മെയിനായിട്ടുള്ള ഈ ഒരു കോർ സംഭവം എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത്, നമ്മൾക്ക് മഹാവിദ്യാ സാധനങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്
ഹെൽപ്പ് ചെയ്യാനായിട്ടും ബട്ടുക ഭൈരവൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം കൊടുങ്ങല്ലൂർ പോകുമ്പം എന്താണ് ആ ലെഫ്റ്റ് സൈഡിലെ വലിയ സ്റ്റാച്ചു എന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട്, അതാണ് ബട്ടുക ഭൈരവൻ. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ക്ഷേത്രപാലകൻ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പുള്ളിക്ക് എന്തെങ്കിലും കൂടെ കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം പുള്ളി നോക്കിക്കോളും. യൂഷ്വലി എങ്ങനെ തന്ത്രവിധി അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഒരു മഹാവിദ്യ ഉപാസിക്കുന്നതെന്ന് വെച്ചാൽ, പണ്ടെന്ന് വെച്ചാൽ കുറേ വിധികളുണ്ട്. അതായത് നിങ്ങൾ ആദ്യം പരിപാല ദേവതകളെന്ന് പറയും. അതായത് പ്രൈം മിനിസ്റ്റർ വരുമ്പോൾ കൂടെ കുറേ ആൾക്കാർ വരത്തില്ലേ, അതേപോലെ കൂടെ കുറേ ദേവിയും ദേവന്മാരും വരും. അപ്പോൾ അവരെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് പതുക്കെ ഒരു ട്രയാങ്കിൾ പോകുന്നത് പോലാണ് നമ്മൾ മുകളിലോട്ട് പോകേണ്ടത്. അതിന് പകരം നിങ്ങൾ ബട്ടുക ഭൈരവൻ ഒറ്റ ഒരാളെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പോൾ അമ്മയുടെ അടുത്തോട്ട് ചെല്ലാനാണെങ്കിൽ അമ്മയുടെ അടുത്തോട്ട് പോകാം. ഇത് എന്നെക്കാട്ടി നല്ലതായിട്ട് പറയാൻ പറ്റുന്ന രാജശ്രീ നന്ദി എന്ന് പറഞ്ഞൊരു അദ്ദേഹമുണ്ട്. അദ്ദേഹം ഇംഗ്ലീഷിലും ഹിന്ദിയിലും പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറേ കൂടെ മനസ്സിലാവും. അപ്പം ഇത് ജസ്റ്റ് ഞാൻ ബട്ടുക ഭൈരവനെ അന്വേഷിച്ച് കേരളം മൊത്തം നടന്ന് ഒരിടത്താണ് കണ്ടുപിടിച്ച് അത് കൊടുങ്ങല്ലൂരുമാണെന്ന് ഇവിടെ അറിഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി ഞാൻ ഷോക്ക്ഡായിരുന്നു. കാരണം ഇതുവരെ ഞാൻ ആരും അവിടെ അങ്ങനെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. കാലഭൈരവൻ്റെ അമ്പലമുണ്ട് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ. ഞാൻ കൊല്ലത്താണ്. അപ്പോൾ കൊല്ലത്ത് കാലഭൈരവൻ്റെ കുളക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാലഭൈരവൻ്റെ അമ്പലമുണ്ട്. നല്ല പ്രോപ്പർ നിങ്ങൾ ആ വീഡിയോയിലൊക്കെ കാണുന്ന പോലത്തെ കാലഭൈരവൻ, ടെറർ രൂപത്തിരിക്കുന്ന കാലഭൈരവൻ. അടുത്ത് നരസിംഹവും ഭൈരവിയും അതേപോലെ ശാസ്താവും ഉണ്ട്. അപ്പോൾ ഉഗ്രമൂർത്തികളെല്ലാം കൂടെ ഒരു കാട്ടിൽ ഒരു വെള്ളത്തിൻ്റെ സൈഡിൽ ഇരിക്കുന്ന അമ്പലമാണ് ആ പർട്ടിക്കുലർ. അപ്പോൾ അതിൽ നിന്നും തികച്ച് വ്യത്യസ്തമായിട്ട് ബട്ടുക ഭൈരവനെ കിട്ടിയ ആകെയുള്ള ഒരു അമ്പലം, അത് മെയിൻ അമ്പലം നമ്മുടെ കൊടുങ്ങല്ലൂർ തന്നെയാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഇത്രയും ഫേമസ് ആയതുകൊണ്ട് എനിക്ക് നിങ്ങളടുത്ത് ഇനി നിങ്ങൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ആ വലിയ പ്രതിമ എന്തുവെന്ന് ആലോചിക്കേണ്ട, അത് ദേവിയുടെ മോൻ തന്നെയാണ്, ശിവൻ തന്നെയാണ്. കുറച്ചുകൂടെ എളുപ്പത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ശിവനാണ്. കാരണം നിങ്ങളിപ്പോൾ മഹാദേവൻ്റെ അടുത്തോട്ട് പോവുകയാണെങ്കിൽ മഹാദേവനാണെങ്കിൽ ഫുൾ സമാധിയിൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നതൊക്കെ കേൾക്കും, പക്ഷേ ആശാൻ ചിലപ്പോൾ നിങ്ങൾ 2 ലൈഫ് ടൈം എടുക്കും റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിനേക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പമാണ് ഇദ്ദേഹം കുഞ്ഞു കുട്ടീനെ വിളിച്ചാൽ അത് കുറച്ചുകൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യമൊക്കെ സാധിച്ചു തരും. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇത് നോക്കുവാണെങ്കിൽ എന്താണോ കൊടുങ്ങല്ലൂർ നടക്കുന്നത്, കൊടുങ്ങല്ലൂർ ആരാണ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ട ഇൻഫർമേഷൻ, ഞാൻ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ വെച്ചിട്ട് ബാക്കി രാജശ്രീ സാറ് അനുസരിച്ചിട്ട് ഇതാണ് സംഭവം. അപ്പം കൂടുതലിന് വേണ്ടി രാജശ്രീ സാറിനെ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം നമുക്ക് പാക്കലാം.